പാർലമെന്റിനകത്ത് ഭരണ പ്രതിപക്ഷ മുഖാമുഖം പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പാർലമെന്റിന് വെളിയിൽ ഇതുപോലെ ഒരു ഫേസ് ഓഫ് അഭൂതപൂർവമാണ്. ഭരണ പ്രതിപക്ഷ എം പിമാർ നേർക്കുനേർ ഏറ്റുമുട്ടുക എന്നുള്ളത് തീർത്തും അപൂർവങ്ങളിൽ അപൂർവമായ സാഹചര്യമാണ്. ഇന്ന് എന്താണ് പാർലമെന്റ് കവാടത്തിൽ സംഭവിച്ചത്? അഭിലാഷ്, യഥാർത്ഥത്തിൽ അങ്ങ് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. പാർലമെൻ്ററി ഡെമോക്രസിയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം സാധാരണമാണ്, അപൂർവമാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഏറ്റവും അപലപനീയമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ അത്തരമൊരു കാര്യം വളരെ ബോധപൂർവം ഭരണകക്ഷി അംഗങ്ങൾ BJP ആസൂത്രണം ചെയ്ത് ഒരു സംഘർഷാന്തരീക്ഷവും തീർക്കുകയായിരുന്നു, ഇവിടെ അങ്ങനെ സംഘടിപ്പിക്കുകയായിരുന്നു അവർ. ഉണ്ടായ സംഭവം നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ അങ്ങേയറ്റം നിന്ദ്യമായ രീതിയിൽ പാർലമെൻറ്റിനകത്ത് ഇന്ന് വരെ ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ ഇങ്ങനെ അപമാനിച്ച് ആരും പ്രസംഗിച്ചിട്ടില്ല. വളരെ നിന്ദ്യമായ ഭാഷയിൽ, നിന്ദ്യമായ ബോഡി ലാംഗ്വേജിൽ വളരെ മോശമായി അംബേദ്കറെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്നലെയും ഇന്നും പാർലമെൻറ്റിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. പാർലമെൻറ്റിനകത്ത് ഉയരുന്ന ഇത്തരം പ്രതിഷേധങ്ങൾ പാർലമെൻറ്റിൻ്റെ പുറത്ത് സഭാ കവാടത്തിലേക്ക് നീങ്ങുക സർവ്വസാധാരണമാണ്. ഗാന്ധി പ്രതിമയുടെ മുൻപിലാകാം, പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട കവാടത്തിലായിരിക്കാം. ഞങ്ങൾ പ്രതിഷേധിക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വയനാടിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചിരുന്നു, അദാനി പ്രശ്നത്തിൽ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു, സംഭൽ പ്രശ്നത്തിൽ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഈ ശൈത്യകാല സമ്മേളനത്തിൽ മാത്രം നടന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മണിപ്പൂർ പ്രശ്നത്തിൽ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. സർവ്വസാധാരണമാണ്. അതൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റാണ് അവിടെ നടക്കുന്നത്. പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിക്കും, മുദ്രാവാക്യം വിളിക്കും, രാജ്യത്തിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇന്ത്യ ബ്ലോക്ക് എടുത്തിരുന്ന തീരുമാനം അംബേദ്കറുടെ പ്രതിമയ്ക്ക് മുമ്പിൽ അസംബ്ലി ചെയ്യുക, അവിടെ നിന്ന് പ്രകടനമായി പാർലമെൻറ്റ് പ്രധാന കവാടമായ മഗർദോറിലേക്ക് വരിക. ഇതായിരുന്നു ഇന്ന് ഞങ്ങളുടെ അടുത്തൊരു തീരുമാനം. പക്ഷേ രാവിലെ പാർലമെൻറ്റിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഞങ്ങളെല്ലാം തന്നെ ഇന്ത്യ ബ്ലോക്ക് അവിടെ അസംബ്ലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ മഗർദ്വാറിൻ്റെ മുമ്പിൽ സംഘടിച്ച് BJPയുടെ MPമാർ, രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ, മുൻ മന്ത്രിമാരായിരുന്നവർ ഉൾപ്പെടെ അവിടെ ഭരിതമായൊരു അന്തരീക്ഷം ഉണ്ടാക്കി അവിടെ നിലയുറപ്പിക്കുകയായിരുന്നു. ആരുണ്ടോ അവിടെ വാ എന്നുള്ള നിലയിൽ അങ്ങ് നിൽക്കുകയാണ് ഈ പറയുന്ന പാർലമെൻറ്റ് പ്രധാനപ്പെട്ട കവാടത്തിൻ്റെ മുമ്പിൽ. പക്ഷേ നിശ്ചയിച്ചതുപോലെ തന്നെ ഇന്ത്യ ബ്ലോക്കിൻ്റെ പ്രതിഷേധ പ്രകടനം പാർലമെൻറ്റ് വളപ്പിനുള്ളിലുള്ള അംബേദ്കർ സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ നിന്ന് ആരംഭിച്ച് മഗർ കവാടത്തിലേക്ക് വരുന്നു. മഗർ കവാടത്തിൻ്റെ മുമ്പിൽ ഇവർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ വന്ന ഞങ്ങളുടെ പ്രകടനത്തെ ഇവർ നേരിടുന്ന നിലയാണ് ഉണ്ടായത്. ആ പാർലമെൻറ്റിനുള്ളിലേക്ക് ആരെയും പ്രവേശിപ്പിക്കാൻ അനുവദിക്കുന്നില്ല. എത്ര നിന്ദ്യമായ, എന്തിനാണ് ഇങ്ങനെ ഇവർ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? അങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി അവിടെ നിലയുറപ്പിച്ചൊരു സംഘർഷാന്തരീക്ഷം സൃഷ്ടിക്കുക, രക്തച്ചൊരിച്ചിലുണ്ടാക്കുക. സ്വാഭാവികമായിട്ടും അസാധാരണമായ ആ സംഭവത്തിലേക്ക്, രക്തച്ചൊരിച്ചിലേക്ക്, തുടർന്ന് അതിന്മേലുള്ള ചർച്ചകളിലേക്ക് ഈ പ്രശ്നത്തെ ഡൈവേർട്ട് ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഇതായിരുന്നു അവരുടെ അടുത്ത് നിന്ദ്യമായൊരു സമീപനം. എന്ത് ഡൈവേർഷൻ പോളിസി, എന്തിനൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും അമിത്ഷാ പറഞ്ഞതിനെ മാച്ചു കളയാനാകുമോ? സഭാരേഖകളിലല്ലേ ഈ നിമിഷം വരെ അത് തെറ്റായിപ്പോയി എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നില്ല. അമിത്ഷാ മാധ്യമപ്രവർത്തകരെ കണ്ടു പറയുന്നില്ല. ഇന്ന് BJP നേതാക്കൾ മാധ്യമപ്രവർത്തകരെ വീണ്ടും കണ്ടു. ആരും അത് തെറ്റായിപ്പോയെന്ന് പറയണ്ടേ? രാജ്യമാകെ പ്രതിഷേധം ഉയരുകയാണ്. സ്വാഭാവികമായ പ്രതിഷേധം പല തെരുവുകളിലും സംസ്ഥാനങ്ങളിലും ഉയർന്നു വരുന്നു. ജനങ്ങളാകെ ചോദിക്കുന്നു, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇവ സംഭവിച്ചെന്താണ്? ഇതുവരെ അമിത്ഷാ തിരുത്തി പറയാത്തത്, പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് അഭിപ്രായം പറയാത്തത്, BJPക്ക് അതിൽ അഭിപ്രായം പറയാൻ കഴിയാതെ വരുന്നത്, അവർ എക്സ്പോസ് ചെയ്യപ്പെട്ടു. അവരുടെ യഥാർത്ഥ മനസ്സിതായതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ എക്സ്പോസ് ചെയ്യപ്പെടല്ലേ ചെയ്തത്? ഇന്ത്യൻ പാർലമെന്റിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് മനുസ്മൃതിയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ജൈത്രയാത്രയെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ത്യൻ പാർലമെന്റിൽ സംഘടിപ്പിച്ചത്. അതിൽ ചരിത്രത്തിലുടനീളം RSS ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തോട് കാണിച്ച ചതി അനാവരണം ചെയ്യപ്പെട്ടു. അതിന്റെ വിശദാംശങ്ങളിലേക്ക്, ഭരണഘടനാ ചർച്ചയുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ അടുത്ത റൗണ്ടിൽ വരാം.